അല്ലെങ്കിൽ അമ്മ സംശയിക്കും. ആ ഇങ്ങോട്ടാ. അതെ, നീ ഇവിടെ ഞാൻ ഇരുന്നോ, ഞാൻ പോയി ഫോൺ ചെയ്തിട്ട് കൊണ്ടുതരാം. ഓ, സുധനെ ഒന്ന് വിളിക്കാം. സുധന്റെ നമ്പർ 9876. മോള് പറഞ്ഞ പോലെ അവർ വിളിക്കുന്നുണ്ടല്ലോ. എന്തിനുള്ള വിളിയായിരിക്കും എന്തോ. എടുക്കുന്നുമില്ല. ഹലോ മോളെ. ഹലോ, പ്രതിഭയല്ല, ഞാൻ സുശീലയാ. സുശീലയായിരുന്നോ? പിന്നെ എന്തൊക്കെയുണ്ട് സുശീല വിശേഷം? മോളെന്തേ? പ്രതിഭ അപ്പുറത്തുണ്ട്. ഞാനേ സുധനോടൊരു സഹായം ചോദിക്കാനാ വിളിച്ചത്. സഹായോ? എന്ത് സഹായം? ഒന്നുമല്ലേലും നമ്മൾ പഴയ പരിചയക്കാരും ബന്ധുക്കാരും ഒക്കെ അല്ലേ സുധ. പരസ്പരം ആവശ്യം വന്നാ സഹായിക്കേണ്ടവര്. അതാ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ സുധനോട് പറയാമെന്ന് കരുതിയത്. അല്ല, എന്താ സുശീല കാര്യം? അത് പിന്നെ ഇവിടുത്തെ എന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാ. ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അതുകൊണ്ട് സുധൻ എനിക്ക് വേണ്ടി ആ ഹർഷയൊന്ന് പോയി കാണണം. കണ്ടിട്ട് എന്റെ അവസ്ഥയൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. പറ്റിയാലേ അവളോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണം. അയ്യോ, സുശീലയെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ശരിക്കും ഞാനിപ്പോ സ്ഥലത്തില്ലാട്ടോ. കുറച്ച് അത്യാവശ്യ കാര്യങ്ങളായിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുക. ആണോ? അല്ല, എന്നാ തിരിച്ചു വരിക? അത് പിന്നെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു 2-3 ദിവസത്തെ പണിയുണ്ട്. അത് കഴിഞ്ഞു വന്ന ഉടനെ ഞാൻ സുശീല വന്ന് കണ്ടോളാം. അല്ലേലും ആരും ഒരു ഉപകാരത്തിന് കിട്ടൂലല്ലോ. എന്നാ സുശീല ശരി. അതെ, കുറച്ച് തിരക്കുണ്ട്, അതാ. മോളോടൊന്ന് അന്വേഷണം പറഞ്ഞേക്കെ. ഓ, പറയാം. പ്രതിഭ മോളോട് അന്വേഷണം? അവളോട് അന്വേഷണം പറയാനല്ലേ ഞാനിപ്പോ വിളിച്ചത്. അത് നടക്കില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വേറെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്റെ ഫോണ്. അച്ഛനോട് സംസാരിച്ചോ അമ്മ? സംസാരിച്ചു. അല്ലെങ്കിൽ ഈ കല്യാണം കൊണ്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇനി അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ലായിരുന്നു. എന്താ അമ്മയെ പറ്റിയേ? ഇനി എന്തു പറ്റാനാ? എല്ലാം എന്റെ വിധി. ചായ.
എന്തായാലും കോള് റെക്കോർഡ് ആയിട്ടുണ്ടാവും. എന്താ പറഞ്ഞത് കേട്ടു നോക്കാം.